ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ NIA അന്വേഷണം ഊർജിതം. സുരക്ഷാ മുൻകരുതലുകൾ തുടർന്ന് രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബോട്സ്വാന പ്രസിഡന്റ് ദുമു ബോക്കോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഭൂട്ടാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ നടത്തിയ തത്സമയ അഭിസംബോധനയുടെ സ്മരണയിൽ ഇന്ന് ദേശീയ പൊതുസേവന പ്രക്ഷേപണ ദിനം. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പൊതു അവധി. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുപ്രധാന മേഖലകളിൽ ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ ലാൽകില മെട്രോ സ്റ്റേഷൻ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. മറ്റു സ്റ്റേഷനുകൾ സാധാരണ പോലെ പ്രവർത്തിക്കും. ചുവപ്പുകോട്ടയിൽ നാളെ വരെ സന്ദർശകരെ അനുവദിക്കില്ല. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ വാങ്ങിയ ഡീലറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ദേശീയ തലസ്ഥാനത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ സുരക്ഷാ പരിശോധന കർശനമാക്കി. യാത്രകൾ അതിനനുസരിച്ച് ക്രമീകരിക്കണമെന്നും വിമാനത്താവളത്തിൽ നേരത്തെ എത്തിച്ചേരണമെന്നും വിമാനത്താവള അധികൃതരും വിമാന കമ്പനികളും അഭ്യർത്ഥിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബോട്സ്വാന പ്രസിഡന്റ് ദുമു ബോക്കോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. നിക്ഷേപം, സാങ്കേതികവിദ്യ, ഊർജ്ജം, കൃഷി, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പ്രതിരോധം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തും. ബോട്സ്വാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. അങ്കോള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെയാണ് രാഷ്ട്രപതി ബോട്സ്വാനയിലെത്തിയത്. ഭൂട്ടാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. ഇന്ന് തിമ്പുവിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങുകളിൽ ശ്രീ മോദി പങ്കെടുത്തു. സന്ദർശന വേളയിൽ ഭൂട്ടാന്റെ ഊർജ്ജ സംരംഭങ്ങൾക്ക് ഇന്ത്യ 4000 കോടി രൂപയുടെ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയും ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യാൽ വാങ്ചുകുമായി തിമ്പുവിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രഖ്യാപനം. ഇന്ന് ദേശീയ പൊതുസേവന പ്രക്ഷേപണ ദിനം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിൽ തത്സമയ പ്രക്ഷേപണം നടത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം. 1947 നവംബർ 12-നാണ് കുരുക്ഷേത്ര ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള 2 ലക്ഷത്തിലധികം അഭയാർത്ഥികളെ ഗാന്ധിജി അഭിസംബോധന ചെയ്തത്. ഗാന്ധിജിയുടെ വാക്കുകളിലേക്ക്. ये अनुभव मेरी जिंदगी में मेरे लिए दूसरा है. पहला अनुभव इंग्लैंड में हुआ था जब मैंने सुना कि आप लोगों में करीब 2.5 लाख रिफ्यूजी पड़े हैं और कि अभी भी लोग आते ही रहते हैं. तो मुझको बड़ा दुख हुआ. सोचना की कि अगर मैं रेडियो से बोलूं आपके लिए और आपके सामने तो अच्छा होगा, और पीछे जब जा सकता हूं तब जाऊं. तो मैं तो आपके पास आने की कोशिश कर रहा हूं. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21-ആണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9-നും 11-നുമാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 13-നാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 8ാം ദിവസമായ ഇന്നലെ വൈകിട്ട് 6 വരെ 1,15,00,000-ലധികം പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വോട്ടർമാരുടെ 42% ഇത്. നവംബർ 25-നകം ആദ്യഘട്ട എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തീകരിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ SIRന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 100% പൂർത്തിയാക്കിയ ഹരിപ്പാട് മണ്ഡലത്തിലെ BLO ഷജിന എസിനെ അഭിനന്ദിച്ച് ജില്ലാ കളക്ടർ. ഇത്തരം അംഗീകാരങ്ങൾ ഉത്തരവാദിത്തത്തോടെ ജോലികൾ പൂർത്തിയാക്കാൻ പ്രചോദനമാണെന്ന് ശ്രീമതി ഷജിന ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ തന്നെയാണ് ഈ ബൂത്തിലെ പരിധിയിലെ BLO ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ 21 വർഷമായിട്ട് ഞാൻ ഒരു അംഗനവാടി ടീച്ചറാണ്. ഫോംസ് കിട്ടിയാലും അതുപോലെ വോട്ട് സമയത്ത് സ്ലിപ്പ് വിതരണ സമയത്തും ഏരിയ തിരിച്ച് സോർട്ട് ചെയ്ത് വെക്കും. പിന്നെ തൊട്ട് പിറ്റേ ദിവസം മുതൽ ഹൗസ് വിസിറ്റിന് ഇറങ്ങാറാണ് പതിവ്. 4-ാം തീയതി ഫോം കൈപ്പറ്റി 5, 6, 7-ാം തീയതി വൈകുന്നേരം ആയപ്പോഴാണ് കളക്ടറേറ്റിൽ നിന്ന് നമ്മളാണ് ആദ്യം ചെയ്ത് കഴിഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. വളരെയധികം സന്തോഷം തോന്നി. അതൊക്കെയാണ് നമ്മളുടെ ജോലി സംബന്ധമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ആവശ്യമായ സർക്കാർ ഫയലുകൾ പരിശോധിക്കുന്നതിന് സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനും പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കൺവീനറുമായ സമിതി എല്ലാ ബുധനാഴ്ചയും യോഗം ചേരും. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ഇല്ലാത്ത പ്രപ്പോസലുകൾ വകുപ്പുകൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിൽ മുഴുവൻ ഡിവിഷനിലും NDA മത്സരിക്കുമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 42 ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിലവിലെ കോർപ്പറേഷനിലെ BJP അംഗം VK ഷൈജു ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. ഇടുക്കി പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തിയ സാഹചര്യത്തിൽ ഡാമിന്റെ രണ്ടാമത്തെ ഷട്ടർ ഉയർത്തി. നീരൊഴുക്ക് ശക്തമായാൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകളും ഉച്ചയ്ക്ക് 1 മണിക്ക് ഉയർത്തും. പന്നിയാർ, മുതിരപ്പുഴയാർ, പെരിയാർ എന്നീ നദികളുടെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. ആലപ്പുഴ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. മണ്ണാറശാല ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. നാഗരാജാവിന്റെ തങ്കത്തടമ്പും നാഗഭണവുമായി മണ്ണാറശാലയിലെ വലിയമ്മ സാവുത്രി അന്തർജനത്തിന്റെ എഴുന്നള്ളത്ത് ദർശിക്കാൻ പതിനായിരങ്ങളാണ് കാത്തുനിൽക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി വരെ നീണ്ടുനിൽക്കുന്ന ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. മണ്ണാറശാലയിലെ പുരാതന നിലവറയിലെ തെക്കേത്തളത്തിൽ 64 ഭാഗങ്ങളുള്ള നാഗകളവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ തെക്കേ നടയിലെ മണ്ണാറശാല UP സ്കൂളിൽ നടക്കുന്ന മഹാപ്രസാദമൂട്ട് ഇന്ന് രാവിലെ 10 മണിയോട് തുടങ്ങിയതാണ്. സ്വർണ്ണപ്പാളി ക്രമക്കേടിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ ചോദ്യം ചെയ്യലിന് സാവകാശം തേടി. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം വേണമെന്നാണ് പത്മകുമാർ ആവശ്യപ്പെട്ടത്. A. പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിനെ ഇന്നലെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ 6 ജനറേറ്ററുകളുടെയും പ്രവർത്തനം ഇന്നലെ രാത്രി 9 നിർത്തി. പവർ ഹൌസിലെ 5-6 ജനറേറ്ററുകളുടെ അപ്സ്ട്രീം സീലുകളുടെ അറ്റകുറ്റപ്പണിക്കായാണ് നിലയം അടച്ചിരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂലമറ്റം വൈദ്യുതി നിലയം ഷട്ട് ഡൌൺ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി ഇടുക്കി ജലാശയത്തിന് സമീപമുള്ള കുളമാവിലെ ഇൻടേക്ക് വാൽവിന്റെ ഷട്ടർ അടച്ചു. തുടർന്ന് ഇന്ന് പുലർച്ചെ 2-ന് ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിച്ച പെൻസ്റ്റോക്കിലെ വെള്ളം ഒഴുക്കി കളഞ്ഞു. രാവിലെ 9 മണിക്ക് തന്നെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. വൈദ്യുതി നിലയം അടയ്ക്കുന്നത് 4 ജില്ലകളിലെ ശുദ്ധജല വിതരണ പദ്ധതികളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തൊടുപുഴ നഗരത്തിലും സമീപത്തെ 7 പഞ്ചായത്തുകളിലും കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലും ശുദ്ധജലക്ഷാമം നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ചേർത്തല താലൂക്കിലെ 18 പഞ്ചായത്തുകളിലും ചേർത്തല നഗരസഭയിലും ശുദ്ധജല വിതരണം മുടങ്ങാൻ സാധ്യതയുള്ളതായി ജല അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. 34ാമത് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് കിൽത്താൻ ദ്വീപിൽ പുരോഗമിക്കുന്നു. 10 ദ്വീപുകളിൽ നിന്നായി 600-ലധികം വിദ്യാർത്ഥികളാണ് വിവിധ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. 10 ദിവസമാണ് ഗെയിംസ്. ആദ്യ ദിനം ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾ അവസാനിക്കുമ്പോൾ 49 പോയിന്റുകളോടെ അമിനി ദ്വീപ് 1-ാം സ്ഥാനത്തും 48 പോയിന്റുകളോടെ അന്ത്രോത്ത് ദ്വീപ് 2-ാം സ്ഥാനത്തുമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 631 പോയിന്റ് ഉയർന്ന് 84,502-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 195 പോയിന്റ് നേട്ടത്തിൽ 25,890-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 92,040 രൂപയും ഗ്രാമിന് 11,505 രൂപയുമാണ് ഇന്നത്തെ വില. 2026-ൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി കൊച്ചി. Booking.com തയ്യാറാക്കിയ 10 ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിലാണ് കൊച്ചിയും ഇടം നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ NIA അന്വേഷണം ഊർജിതം. സുരക്ഷാ മുൻകരുതലുകൾ തുടർന്ന് രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബോട്സ്വാന പ്രസിഡന്റ് ദുമു ബോക്കോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഭൂട്ടാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ നടത്തിയ തത്സമയ അഭിസംബോധനയുടെ സ്മരണയിൽ ഇന്ന് ദേശീയ പൊതുസേവന പ്രക്ഷേപണ ദിനം. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പൊതു അവധി.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.